കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ നിർണായക നീക്കങ്ങളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ച് ചർച്ചകൾ. രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ എംഎൽഎമാരുടെ പിന്തുണയ്ക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന് കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. എംഎൽഎമാരുടെ വികാരമാണ് കേരളത്തിന്റെ വികാരമെന്നും അദ്ദേഹം ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്റെ സീനിയോറിറ്റി പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. ആർ റോഷിപാലും നോബൽ മാരിക്കാരനും നമ്മളോടൊപ്പം തുടരുകയാണ്. ആദ്യം നോബൽ മാരിക്കാരിലേക്കാണ്. നോബൽ, പ്രത്യേക തീരുമാനം എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ.സി. വേണുഗോപാലിന് അനുകൂലമായി വരുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ എംഎൽഎമാരുടെ പിന്തുണ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ നിർദ്ദേശിക്കാനായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കെ.സി. വേണുഗോപാൽ ആ പിന്തുണ ഇപ്പോഴും തുടരുന്നുണ്ട്. കെ.സിക്ക് ആ പിന്തുണ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. കാര്യങ്ങൾ കെ.സിക്ക് അനുകൂലമായി തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ.സി. വേണുഗോപാൽ എത്തും എന്ന സൂചനകൾ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. കെ.സി. പ്രധാനപ്പെട്ട വാദങ്ങൾ തന്നെയാണ് ഈ ചർച്ചകളിൽ ഉന്നയിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എക്കാലത്തും താൻ പ്രവർത്തിച്ച് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്ത എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്. ഇപ്പോൾ രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും മത്സരിക്കാതെ മാറി നിന്നതൊക്കെ രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പറഞ്ഞത് കേട്ടുകൊണ്ടാണ്. കൃത്യമായി തന്നെ കോൺഗ്രസ്മാനായി പാർട്ടി പ്രവർത്തകരായി പാർട്ടി പറഞ്ഞ അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. പാർട്ടിയുടെ മോശം സമയത്തും കൃത്യമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലമൊക്കെ തനിക്കുണ്ട്. അതുകൊണ്ട് തന്റെ കാര്യത്തിൽ ഒരു പരിഗണന, പ്രത്യേകിച്ച് എംഎൽഎമാരുടെ പിന്തുണ കൂടി ഉള്ള ഈ ഘട്ടം അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ തനിക്ക് കൃത്യമായി തന്നെ പരിഗണന വേണമെന്ന ആവശ്യമൊക്കെ കൃത്യമായി തന്നെ കെ.സി. ഉന്നയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ.സിക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന സൂചനയും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ കെ.സിയുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ടൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തി. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഹൈക്കമാൻഡ് ഏറ്റെടുക്കില്ല എന്നത് ഉറപ്പാണ്. സമവായം ഉണ്ടാക്കി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത്. കെ.സി ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ആ പ്രഖ്യാപനം അങ്ങനെ മാത്രമാണ് വരികയുള്ളൂ. ആ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമവായ ഫോർമുല എന്ത് എന്നത് വലിയ ചോദ്യമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം നൽകിക്കൊണ്ട് മറ്റു നേതാക്കളെ അനുനയിപ്പിക്കുകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളാണോ എന്നൊക്കെ വലിയ ചോദ്യമാണ്. ആ ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മറ്റു രണ്ട് നേതാക്കളും അവരുടെ പദവികൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ ഉണ്ട് എന്ന നിലപാടിൽ ഇപ്പോഴും ആവർത്തിച്ച് അവർ അവകാശവാദം ഉന്നയിക്കുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. എന്താണെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകൾ നീണ്ടുപോകുമോ എന്നതാണ് വലിയ ആകാംക്ഷ. ചർച്ചയിൽ സോണിയാഗാന്ധിയുടെ അടക്കം ഇടപെടൽ പല ആൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല വിഭാഗമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പങ്കാളിത്തമൊക്കെ കൃത്യമായി തന്നെ വി ഡി സതീശ പക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ചർച്ചകളിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കെ.സിക്ക് ഇപ്പോഴും മുൻതൂക്കം ചർച്ചയിൽ ഉണ്ട് എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കെ.സിയിലെ ഈ കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ കെ.സി ക്യാമ്പ് ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സമവായ ഫോർമുല അടക്കം ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് നേതാക്കളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സമവായ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു. മാധു.